നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ് ഇരിഞ്ഞാലക്കുട. ഇരിഞ്ഞാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിഞ്ഞാലക്കുട. കെടുതിയുടെ കാലത്ത് നാട്ടുകാരെ കൊള്ളയടിക്കുന്ന കൊള്ളസംഘമായി കോൺഗ്രസ് മാറിയതായി CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PK ബിജു. വയനാട് ദുരന്തത്തിനിരയായവർക്ക് വീട് നിർമ്മിച്ചു നൽകുമെന്ന് പറഞ്ഞ് പണം പിരിച്ച് അവരെ പറ്റിച്ചവരെ ന്യായീകരിച്ചയാളാണ് പ്രതിപക്ഷ നേതാവെന്നും PK ബിജു ചൂണ്ടിക്കാട്ടി. LDF സ്ഥാനാർത്ഥി ഡോക്ടർ R ബിന്ദുവിന്റെ ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം തല തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ മുനിസിപ്പൽ ടൗൺ ഹാളിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആരോഗ്യ മേഖലയിൽ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നേട്ടം കൈവരിച്ച സംസ്ഥാനമാണ് കേരളമെന്നും PK ബിജു ചൂണ്ടിക്കാട്ടി. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് അധ്യക്ഷത വഹിച്ച കൺവെൻഷനിൽ സ്ഥാനാർത്ഥി ഡോക്ടർ R ബിന്ദു, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം MM വർഗീസ്, CPI ജില്ലാ സെക്രട്ടറി KG ശിവാനന്ദൻ, കേരള കോൺഗ്രസ് M ജില്ലാ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഈച്ചരത്ത്, കോൺഗ്രസ് S ജില്ലാ പ്രസിഡന്റ് CR വത്സൻ, റെഡ് ഫ്ലാഗ് ജില്ലാ സെക്രട്ടറി MK തങ്കപ്പൻ, കേരള കോൺഗ്രസ് B സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അരുൺകുമാർ, CPI ജില്ലാ കൗൺസിൽ അംഗം P മണി, CPIM ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ഉല്ലാസ് കളക്കാട്ട്, അഡ്വക്കേറ്റ് KR വിജയ, RL ശ്രീലാൽ, ഏരിയ സെക്രട്ടറി VA മനോജ് കുമാർ, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ്, പ്രൊഫസർ KU അരുണൻ, അശോകൻ ചരുവിൽ, NCP ജില്ലാ വൈസ് പ്രസിഡന്റ് UK ഗോപാലകൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ പാർപ്പിട പദ്ധതിയാണ് ലൈഫ് എന്ന് നീതി ആയോഗാണ് പറഞ്ഞത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പാർപ്പിട പദ്ധതി 5 ലക്ഷം മനുഷ്യരെന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയും 2 കുട്ടികളും ചേർത്താൽ 20 ലക്ഷം ആളുകൾക്ക് സംരക്ഷണം ഒരുക്കിയ ഗവൺമെന്റാണ്. നിങ്ങൾ നോക്കൂ, കോൺഗ്രസിന്റെ ഗവൺമെന്റ്. അവർ കർണാടകയിൽ എന്താ കാണിക്കുന്നത്? കർണാടകയിലെ യലഹട്ട എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ 700 കുടുംബങ്ങൾ വഴിയോരത്ത് കിടക്കുന്ന കുടുംബങ്ങളാണ്. അവര് കഴിഞ്ഞ 4 പതിറ്റാണ്ടായി അവിടെ ജീവിക്കുക. അവർക്ക് വീടുണ്ടാക്കി കൊടുക്കാനല്ല കർണാടകത്തിലെ കോൺഗ്രസ് ഗവൺമെന്റ് നോക്കിയത്. ഒരു ദിവസം അർദ്ധരാത്രിയിൽ ബുൾഡോസറുമായി വന്ന് ഈ 700 കുടുംബങ്ങളെ ഇടിച്ചു നിരത്തി അവിടെ താമസിക്കുന്ന 3000-ഓളം മനുഷ്യരെ തെരുവിലേക്ക് വലിച്ചെറിയുന്ന ഭരണമാണ് കോൺഗ്രസ് അവിടെ നടത്തിയത്. കോൺഗ്രസ് ഭരിക്കുന്ന തെലുങ്കാനയിലോ അവിടുത്തെ ഖമ്മം ജില്ലയിൽ ഇതേപോലെ 3000-ഓളം മനുഷ്യരെ ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തി തെരുവിലേക്ക് വലിച്ചെറിഞ്ഞ ഭരണമാണ് കോൺഗ്രസ് നടത്തിയത്. കോൺഗ്രസിൽ നിന്നും ഇതിനും അപ്പുറം എന്തെങ്കിലും പ്രതീക്ഷിക്കാൻ കഴിയുമോ? ശ്രീമതി ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും വസ്ത്രം, എല്ലാവർക്കും ആഹാരം എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് കോൺഗ്രസ് അധികാരത്തിൽ വന്നത്. റൊട്ടി, കപ്പട, മക്കാൻ. നിയമസഭാ തിരഞ്ഞെടുപ്പ് ഇരിങ്ങാലക്കുട മണ്ഡലം NDA സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളത്തിന്റെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് മുൻ ഗോവ ഗവർണർ PS ശ്രീധരൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. BJP സൗത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട അധ്യക്ഷത വഹിച്ച യോഗത്തിൽ NDA സംസ്ഥാന വൈസ് ചെയർമാൻ AN രാധാകൃഷ്ണൻ, സ്ഥാനാർത്ഥി സന്തോഷ് ചെറാക്കുളം, BJP സൗത്ത് ജില്ലാ പ്രസിഡന്റ് AR ശ്രീകുമാർ, BDJS നിയോജകമണ്ഡലം പ്രസിഡന്റ് AR ജയചന്ദ്രൻ എന്നിവർ പ്രസംഗിച്ചു. നേരത്തെ കണ്ടു. പഴയകാല പ്രവർത്തകന്മാർ മെല്ലെ അടിവെച്ച് മുന്നോട്ട് വന്നു ഈ പ്രസ്ഥാനത്ത് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒന്നാമത്തെ ശക്തിയായി നമുക്ക് മാറാൻ സാധിച്ച ഇരിങ്ങാലക്കുടയുടെ തീർച്ചയായും എനിക്ക് അഭിമാനമുണ്ട് ഇരിങ്ങാലക്കുട ഇപ്പോഴത്തെ പരാമർശിക്കാൻ. ഇവിടെ സ്ഥാനാർത്ഥിയായ സന്തോഷ്ജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞാൻ പറഞ്ഞപ്പോൾ വാസ്തവത്തിൽ കഴിഞ്ഞതിന് മുമ്പത്തെ തവണ ഇവിടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച കാര്യം ഞാൻ ഓർക്കുന്നു. അന്നും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി എനിക്കിവിടെ എത്തിപ്പെടാൻ സാധിച്ച കാര്യം എൻ്റെ സ്മൃതിപഥത്തിലൂടെ കടന്നു വരികയാണ്. ഇത്രയും സീനിയറായ ഒരാൾ പിന്നോക്ക സമുദായ പ്രസ്ഥാനത്തിൻ്റെ തന്നെ നെടുനായകത്വം വഹിക്കുന്ന, അതുപോലെ ഞാൻ ഗവർണറായിരുന്ന അവസരത്തിൽ സ്കൂള് അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന സ്കൂളിൽ പങ്കെടുക്കാനായിട്ട്, അതിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് എനിക്ക് അവസരം ലഭിച്ചു. അങ്ങനെ എന്തുകൊണ്ടും സവിശേഷതയുള്ള ഒരു പരിപാടിയിലാണ് ഞാനിവിടെ പങ്കെടുക്കുന്നത്.
NDAക്ക് പാകമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ ഇന്ന് ലോകം ഏറ്റവും അധികം മാനിക്കുന്ന മാനബിന്ദുവായ നരേന്ദ്രമോദിജിക്ക് അനുകൂലമായി വേണ്ടത്ര ആ യാത്രാ സംഘത്തിൽ പങ്കാളികളാകാൻ സാധിക്കാതെ പോയൊരു ജനതയാണ് നമ്മുടെ മലയാളികൾ എന്ന് ഞാൻ ഇവിടെ സൂചിപ്പിക്കുക. ഇരിങ്ങാലക്കുട സെന്റ് തോമസ് കത്തീഡ്രൽ അഖില കേരള കത്തോലിക്ക കോൺഗ്രസ് AKCCയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരുന്ന അഖില കേരള സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിൽ ഇടപ്പള്ളി അറേബ്യൻ പാലസ് ജേതാക്കളായി. അറേബ്യൻ പാലസ് ഇടപ്പള്ളിയും കാളിദാസ് FC തൃശൂരും തമ്മിൽ നടന്ന ഫൈനൽ മത്സരത്തിൽ ഓരോ ഗോൾ വീതം നേടി സമനിലയിലായതിനെ തുടർന്ന് നടന്ന പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കാളിദാസ് FC തൃശൂരിനെ 5-നെതിരെ 6 ഗോളുകൾക്കാണ് അറേബ്യൻ പാലസ് ഇടപ്പള്ളി പരാജയപ്പെടുത്തിയത്. ഫൈനൽ മത്സരം ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു. AKCC പ്രസിഡന്റ് സാബു കൂനൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുനിസിപ്പൽ ചെയർമാൻ MP ജാക്സൺ മുഖ്യാതിഥിയായിരുന്നു. കത്തീഡ്രൽ വികാരി ഫാദർ ഡോക്ടർ ലാസർ കുറ്റിക്കാടൻ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജനറൽ കൺവീനർ രഞ്ജി അക്കരക്കാരൻ, ചെയർമാൻ ഷാജു കണ്ടംകുളത്തി, സെക്രട്ടറി റോബി കാളിയങ്കര, ട്രഷറർ ഡേവിസ് ചക്കാലക്കൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ടെൽസൺ കോട്ടോളി, ജോയിന്റ് കൺവീനർമാരായ അഡ്വക്കേറ്റ് ഹോബി ജോളി, വർഗീസ് ജോൺ, ട്രോഫി കൺവീനർ ജെയ്സൺ പൊന്തോക്കൽ, കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോബി അക്കരക്കാരൻ, സുധാകരൻ പോളശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ശ്രീ സംഗമേശ്വാനന്ദ വേദിക് ഫൗണ്ടേഷൻ ശ്രീ രുദ്രപീഠം ഇരിങ്ങാലക്കുടയുടെ ആഭിമുഖ്യത്തിൽ മെയ് 18 മുതൽ 21 വരെ സമൂഹ നന്മയ്ക്കായി ശ്രീ ലക്ഷ്മി നരസിംഹ ധന്വന്തരി യജ്ഞം സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചെമ്മണ്ട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ വെച്ച് സംഘടിപ്പിക്കുന്ന യജ്ഞത്തിൽ മുഖ്യ രക്ഷാധികാരിയായി മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി മഹാരാജും മുഖ്യ ആചാര്യയായി സ്വാതി ദേവി സംഗമേശാനന്ദ സരസ്വതിയും മുഖ്യ കാർമ്മികനായി മാളികപ്പുറം മേൽശാന്തി ശംഭു നമ്പൂതിരിപ്പാടും യജമാനനായി സൂര്യകാലടി സൂര്യൻ ജയസൂര്യൻ ഭട്ടതിരിപ്പാടും പത്നിയായി ശ്രീകല ഭട്ടതിരിപ്പാടും സ്ഥാനം വഹിക്കും. മെയ് മാസം 18 മുതൽ 21 വരെ 4 ദിവസങ്ങളിലായിട്ട് ഇരിഞ്ഞാലക്കുട ചെമ്മണ്ട ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര സന്നിധിയിൽ വെച്ച് ഒരു ശ്രീ ലക്ഷ്മി നരസിംഹ ധന്വന്തരി മഹായജ്ഞം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഭക്തജനങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നടത്തുന്ന ഈ യജ്ഞത്തിൻ്റെ മുഖ്യ രക്ഷാധികാരിയായിട്ട് മഹാമണ്ഡലേശ്വർ ആനന്ദവനം ഭാരതി മഹാരാജും മുഖ്യ ആചാര്യത്വം മാതാജി ദേവി സംഗമേശാനന്ദ സരസ്വതി, മുഖ്യ കാർമ്മികൻ മുൻമാളികപ്പുറം മേൽശാന്തി ശംഭു തിരുമേനിയും, അതുപോലെ യജമാനനും പത്നിയുമായിട്ട് കാലടി സൂര്യകാലടി സൂര്യൻ ഭട്ടതിരിപ്പാടും ജയസൂര്യൻ ഭട്ടതിരിപ്പാടും ധർമ്മപത്നി ശ്രീകല ഭട്ടതിരിപ്പാടുമാണ് നമ്മൾ നിശ്ചയിച്ചിരിക്കുന്നത്. വരും കാലത്തെ ആ സാമൂഹികമായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നാം ഇത് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ധാരാളമായിട്ട് ഭൂകമ്പങ്ങളും സുനാമി അതുപോലെ യുദ്ധം അങ്ങനെയൊക്കെ ഉണ്ടാകാൻ ഉള്ള ഒരു സാഹചര്യമാണ് രുദ്രസംവത്സരം ആരംഭത്തോടുകൂടി നടക്കാൻ പോകുന്നത്. അതിനെയൊന്നും നമുക്ക് തടയാൻ കഴിയില്ല എങ്കിലും അതിൻ്റെയൊക്കെ ഒരു ശക്തിയെ കുറച്ചുകൊണ്ട് നമ്മുടെ ഓരോ ജനങ്ങളെയും സുരക്ഷിതരാക്കുക എന്നതാണ് നമ്മുടെ ഉദ്ദേശം. ഇതോടെ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.